ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ റിസോർട്ടാണ്. ഇവിടെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കുറേ വിൻറ്റേജ് കാറുകളും കാര്യങ്ങളും നിങ്ങൾക്ക് അത്യാവശ്യം ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അത്യാവശ്യം നല്ല സ്ഥലമാണ്. പിന്നെ അതേപോലെ തന്നെ കുറേ കൃഷിയും കാര്യങ്ങളും ജാതിത്തോട്ടവും അങ്ങനെ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഈ കിടക്കുന്ന കാറിൻ്റെ പേരറിയാവുന്നവരും നമ്മുടെ വീഡിയോക്ക് തരുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊരു അഡാർ ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് ഷെഡിൽ കിടക്കുന്ന പോലെയല്ല, സംഭവം ഇതിൻ്റെ നല്ല നല്ല വലിപ്പമാണ് ഈ കാറിന്. അത്യാവശ്യം നല്ല ലെങ്തും കാര്യങ്ങളുള്ള കാറാണിത്. പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വല വീശൽ. നമുക്ക് ഈ കാറ്റ് നിൽക്കുന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വല നല്ല രീതിയിൽ പരന്ന് കിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ അത്യാവശ്യം നല്ല കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വല വലിച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് നമുക്ക്, അല്ലാതെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മീൻ കിട്ടുന്നുണ്ട്. പിന്നെ വല വലിച്ചെടുക്കുമ്പോൾ മാക്സിമം പയ്യെ വലിച്ചെടുക്കാൻ ശ്രമിക്കുക. കാരണം പെട്ടെന്ന് നമ്മൾ വെപ്രാളം പിടിച്ച് വല വലിച്ചു കഴിഞ്ഞാൽ മീൻ പോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വലയെന്ന് പറയുമ്പോൾ നൂലിൻ്റെ വലയാണ്. നമ്മളിവിടെ ഒരു ചേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിച്ച വലയാണ്, അല്ല നമ്മൾ ഓൺലൈൻ വഴി അങ്ങനെ മേടിച്ച വലയല്ല ഇത്. ഇത് അത്യാവശ്യം വലിയ വലയല്ല, ഇത് അത്യാവശ്യം വലിയ വല തന്നെയാണിത്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിലും കിട്ടും കേട്ടോ. നല്ല നല്ല ഷോപ്പിലൊക്കെ നല്ല രീതിയിൽ തിരഞ്ഞു പിടിച്ചിട്ട് വേണം നല്ലൊരു വല എടുക്കാനായിട്ട്. കൂടുതൽ നിങ്ങൾ വല നേരിട്ട് ചെന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് മാത്രമേ വല മേടിക്കാൻ നിൽക്കാവൂ. ഇത് നമ്മുടെ രണ്ടാമത്തെ വല വീശലാണ്. കൂടുതലും ഫസ്റ്റ് വല വീശി പഠിക്കുന്നവർ ചെറിയ വലയിട്ട് വീശി പഠിക്കാൻ നോക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. വെയിറ്റ് കുറഞ്ഞ വല ഇട്ട് വീശി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കൂടുതലും ഈ ഉടക്കും കാര്യങ്ങളുള്ള സ്ഥലം നോക്കി വീശാതിരിക്കുക. കൂടുതൽ ഈ മണ്ണമ്പുറത്തൊക്കെ നിങ്ങൾ വല വീശി പഠിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കല്ലും കാര്യങ്ങളുള്ളത് വീശാൻ പോകും. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വല നല്ല രീതിയിൽ കീറി പോകും. നമ്മുടെ വലയിൽ വന്ന് കയറിയത് വലിയൊരു പൈപ്പും കഷ്ണമാണ്. ഒരു PVC പൈപ്പാണിത്. അതേപോലെ കുറേ ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, വലയുടെ കാര്യം പറഞ്ഞത്. നമുക്ക് കൂടുതൽ മീൻ കയറിയതായിരുന്നു അതിനകത്ത്. കാരണം ഇത് കയറിയതിൻ്റെ പേരിലാണ് നമുക്ക് മീൻ പോയത്. പിന്നെ അത്യാവശ്യം പൊടിമീനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് വല വീശുമ്പം. കൂടുതലും നിങ്ങൾ വല സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ കണ്ണിയുള്ള വല നോക്കി മേടിക്കുക. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം വീശി പിടിക്കാൻ പറ്റിയ ചെറിയ പൊടിമീനും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യത കൂടുതൽ അതിനകത്താണ്. നമ്മൾ കൂടുതൽ വലിയ വലയൊക്കെ മേടിച്ച് വീശി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ചെറിയ മീനും കാര്യങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് കോഴിവിള ബോട്ട് കിട്ടി. അവിടെയാണ് ഇപ്പോൾ നമ്മൾ വല വീശാൻ പോകുന്നത്. അവിടെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയാണ് വല വീശുന്നത്. കാരണം നമുക്ക് ഡയറക്റ്റ് എടുത്ത് വീശാൻ പറ്റത്തില്ല. കാരണം അത്ര ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വീശാൻ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കൂടുതൽ മീൻ കിട്ടിയത് ഇതിനകത്ത് വീശിയാണ്. ഇവിടെ വീശിയാണ് നമുക്ക് കൂടുതൽ മീൻ കിട്ടിയത്. അതുപോലെ തന്നെ വല നല്ലോണം ഉടക്കം ഉണ്ടായിരുന്നു.
ഇത് വലിയൊരു കയറാണ് കയറി ഉടക്കിയത്. സത്യം പറഞ്ഞാൽ വല കയറി പോകേണ്ടതായിരുന്നു. കണ്ടില്ലേ, പൊടി വലയ്ക്കകത്ത് മീൻ കിടപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും വലയിൽ മീൻ കിടക്കുന്നത്. വലയിൽ അത്യാവശ്യം മീനുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ആദ്യം കണ്ടില്ല വലയിൽ കിടന്ന മീൻ. പിന്നെ നമ്മൾ വല തിരിഞ്ഞപ്പോഴാണ് നമ്മൾ മീൻ കണ്ടത്. ഇപ്പം നിങ്ങൾ കാണുന്നൊരു ചെമ്പല്ലിയാണ്. പിന്നെ ചെമ്പല്ലി കിട്ടുമ്പോൾ അതിൻ്റെ വായി കൊണ്ടൊന്ന് കൈ വെച്ച് കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം കടി കിട്ടി ഇരുപതാണ്. പിന്നെ അത്യാവശ്യം പൊടിമീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരലും കാര്യങ്ങളും. ഇതൊരു ചെറിയ ചെമ്പല്ലിയാണ്. അതിനെ നമ്മൾ അന്നേരം തന്നെ തിരിച്ച് കായലിലേക്ക് തന്നെ വിട്ടു. അത് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ ചെറിയൊരു അഴകപ്പൊടി. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് പേത്ത. ഞങ്ങളുടെ നാട്ടിലൊക്കെ പേത്ത എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക വെച്ചാൽ എൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നല്ല ക്യൂട്ട്നെസ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കടി കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം പ്രശ്നമാണ്. നമ്മൾ തൊടാനോ എടുക്കാനോ ചെന്ന് കഴിഞ്ഞാൽ നേരെയുള്ള ബലൂൺ വീർക്കുന്നുണ്ടെങ്കിൽ വീർക്കും. ഇത് കണ്ടില്ലേ, വെള്ളത്തിൽ കിടക്കുന്നുണ്ടല്ലേ ബലൂൺ കിടക്കുന്ന മാതിരി. അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് തന്നെ പോയിക്കോളും. ഇവിടെ വിഷയം അത്യാവശ്യം നല്ല മീനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു നമുക്ക്. പിന്നെ കൂടുതലും കാര്യങ്ങൾ ഇവിടെ ഉടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാറയും കാര്യങ്ങളൊക്കെ. പിന്നെ വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നു. വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ വല എടുത്തത്. പിന്നെ നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇനി ഇതേണക്കുള്ള നല്ല നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, ആദ്യമായിട്ട് ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാർ മാക്സിമം കായലിൽ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ തന്നെ ഇപ്പം കല്ലിൻ്റെ മുകളിലാണ് ഞാൻ കയറി നിൽക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നീന്തലോ കാര്യങ്ങളോ ഒന്നും അറിയാതെ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, അതുകൊണ്ട് മാക്സിമം മണ്ണുള്ള സ്ഥലം നോക്കിയിട്ട് വല വീശാൻ നോക്കുക. ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നവരോടാണ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പൂലയും കാര്യങ്ങളും പൊടിമീനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ചെമ്പല്ലിപ്പൊടിയും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതാണ് നമുക്ക് ടോട്ടൽ കിട്ടിയ മീൻ. അത്യാവശ്യം എല്ലാ സൈസ് മീനും ഉണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.